ഹായ് കിച്ചൺ റെസിപ്പീസ് ഇൻ മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ശില്പ. അപ്പോൾ ഇന്ന് ഇവിടെ ഫ്രൈഡേ ആണ്, ഇവിടെ വീക്കെൻഡാണ്. എനിക്കിന്ന് വൈകുന്നേരം ഗസ്റ്റൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് കുറച്ച് തിരക്കുള്ള ദിവസം ആയതുകൊണ്ട് തന്നെ ഒരു വലിയൊരു വീഡിയോ ആയിട്ടല്ല ഞാൻ ഇന്ന് വന്നേക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ്. നമ്മുടെ കോൺ, അതായത് ചോളം പെർഫെക്റ്റ് ആയിട്ട് വേവിക്കുന്ന രീതി, അതാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും, പക്ഷെ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഇതൊരു നല്ലൊരു ഹെൽപ്ഫുൾ വീഡിയോ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുട്ടികൾക്കൊക്കെ സ്നാക്ക് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് ഐറ്റം കൂടെയാണ് കോൺ. അപ്പോൾ അത് വേവിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് അത് വേവിച്ചെടുക്കാൻ നമുക്ക് നോക്കാം. ഇതിൻ്റെ ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതേപോലത്തെ 2 കോണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ചുറ്റുമുള്ള ഇങ്ങനത്തെ ഈ ഒരു പച്ച കളർ ഇല പോലത്തെ സംഭവം ഉണ്ടല്ലോ, അത് നമുക്ക് എടുത്തു മാറ്റാം. വളരെ എളുപ്പമാണ് എടുത്തു മാറ്റാം. നമ്മൾ കൈകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് സിൽക്ക് പോലത്തെ ഒരു ത്രെഡ് പോലെ ഇരിക്കുന്ന സാധനം, അതായത് സിൽക്ക് പോലത്തെ നൂലുണ്ട് ഇതിൻ്റെ കൂടെ. അപ്പോൾ അതും കൂടെ നമുക്ക് ഒരുമിച്ചെടുത്ത് മാറ്റാൻ സാധിക്കും. അതും വളരെ എളുപ്പമാണ് മാറ്റിയെടുക്കാൻ. നമുക്ക് കൈകൊണ്ട് തന്നെ ജസ്റ്റ് തൊടുമ്പോൾ തന്നെ അത് വിട്ടുപോരും. അപ്പോൾ ഈ നൂല് പല ഭാഗങ്ങളിൽ പലയിടത്തുമായിട്ട് കോണിന് ചുറ്റുമുണ്ടാകും. അപ്പോൾ ആ നൂല് മാക്സിമം നമുക്ക് വിടിച്ചു കൊടുക്കാം. അങ്ങനെ വിടിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ നല്ല ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്ന 2 കോണാണിത്. ഇതിന് ശേഷം നമുക്ക് നന്നായിട്ട് വെള്ളത്തിലിട്ട് കഴുകിക്കൊണ്ടുവരാം. നല്ല ക്ലീനായിട്ട് കഴുകണം. അപ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് ഈ കോണിൻ്റെ 2 അറ്റവും ചെറുതായിട്ട് ഒന്ന് കത്തി കൊണ്ട് മുറിച്ച് കളയാം. അതിനുശേഷം വലിപ്പനുസരിച്ച് നമുക്ക് 2ഓ 3ഓ ആക്കി നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മുഴുവനോടെ വേണമെങ്കിൽ അങ്ങനെ ഇട്ട് തന്നെ വേവിക്കാം. പക്ഷേ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ സ്നാക്ക് ബോക്സിൽ കൊടുത്തു വിടാനാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് കഴിക്കാനുള്ള സൗകര്യത്തിനും വേണമെങ്കിൽ ഇത് 2-3 ആക്കി നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കൊരു പാനിലോട്ട് ഇതിട്ട് കൊടുക്കാം. ഒരു അടിക്കട്ടിയുള്ളൊരു പാനിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് ഈ കോൺ ഒന്ന് ജസ്റ്റ് ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 1/2 ഗ്ലാസ് പാലും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാലൊഴിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ കോൺ നല്ല സോഫ്റ്റ് ആകുകയും ആ കോണിൻ്റെ സ്വീറ്റ്നെസ് ഏറ്റവും കൂടുതൽ വരാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ആ പാലൊഴിക്കുന്നത്. ഒരു നല്ലൊരു കോമ്പിനേഷനാണ് കോണിൻ്റെ കൂടെ പാല് ചെല്ലുമ്പോഴത്തേക്ക്. പിന്നെ നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 അല്ലെങ്കിൽ 2 ടീസ്പൂൺ 1-2 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സോൾട്ടഡ് ബട്ടറാണ് ചേർക്കണമെങ്കിൽ അതിനനുസരിച്ച് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. ചിലപ്പോൾ കുറവ് മതിയായിരിക്കും ഉപ്പ്. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് ഈ മൂടിയം മാറ്റി വയ്ക്കാം. കാരണം ഇതിങ്ങനെ തിളച്ച് പുറത്തോട്ട് വരാറാവുന്ന ഒരു നിമിഷമാണ് ആ ഒരു 2 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും. അപ്പോൾ പുറത്തോട്ട് വരാണ്ടിരിക്കാൻ വേണ്ടി ആ 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ മാറ്റി വെച്ച് തുറന്ന് വെച്ച് ബാക്കി വേവിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ തുറന്ന് വെച്ച് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ കോൺ ഒരിക്കലും ഒരു 9 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റിൽ കൂടുതൽ വേവിക്കരുത്. കാരണം അപ്പോഴേക്കും വെന്തിരിക്കും. നിങ്ങൾക്കൊരു സംശയം ഉണ്ടെങ്കിൽ എടുത്ത് നോക്കുക. ജസ്റ്റ് ഒന്ന് ആ ഒരു കോണൊന്ന് എടുത്ത് കഴിച്ച് നോക്കുക. ഏതൊക്കെയായാലും ഒരു 9-10 മിനിറ്റിനുള്ളിൽ അത് റെഡി ആയിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു 9-10 മിനിറ്റ് സമയമാകുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഉടനെ തന്നെ നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. വെന്തതിന് ശേഷം നമ്മൾ അതേ വെള്ളത്തിൽ ഇട്ട് വെക്കരുത്. അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കോണിൻ്റെ അകത്തുള്ള ആ ഒരു സ്വീറ്റ്നെസ് ഉണ്ടല്ലോ, അത് നഷ്ടപ്പെടും. പിന്നെ നമുക്ക് കോൺ കഴിക്കാൻ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതിയാകും. അതിന് തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതുകൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.